ഞങ്ങൾ പണ്ട് മുതലേ നമ്മൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ചാണക്യ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പേരിട്ടാണ്. സ്റ്റുഡൻസ് പറയുന്നത് ചാണക്യയിൽ പഠിക്കണമെന്നാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വ്യക്തിയുടെ പേരില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ പോലും ബ്രാൻഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വാഗ്ദാനങ്ങളാണോ ആദ്യം കൊടുക്കുന്നത് അത് പാലിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഫുഡ്, ട്രാവൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് നല്ലൊരു ചേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്ക് 3000 രൂപ 4000 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. തൊടുപുഴ പോകാനേ പറ്റത്തുള്ളൂ. 3000-ന് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നത് KSRTCയിൽ പോയിട്ട് ദെൻ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കുക, ദെൻ അതുപോലെ ചിലവുകൾ അതുപോലെ ചുരുക്കുക. കാരണം യാത്ര ഒഴിവാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു 4-5 സ്റ്റുഡൻസ് വന്ന് ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്തു. CMIOസിൻ്റെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീടെടുത്തു. ഒരു വാടകയ്ക്ക് വീടെടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വീടിൻ്റെ മുകളിൽ ക്ലാസ്, താഴെ നമ്മൾ സ്റ്റേ ആണ്. അപ്പം അവിടെ ഒരു ഗുരുകുല കൺസെപ്റ്റാണ്. അങ്ങനെ ക്ലാസ് എടുത്തു തുടങ്ങി. അവരുടെ കൂടെ തന്നെ കാര്യങ്ങൾ നിന്നു. ദെൻ ആ 4 പേരെ മോർണിംഗും നൈറ്റും ഒക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് 4 പേര് റിസൾട്ട് ഉണ്ടാക്കി. ആ 4 പേർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റുഡൻസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഒരു യാത്ര. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഒരിക്കലും പറയില്ല അതൊരു ചെറിയ കാര്യമാണെന്ന്. കാരണം ഫ്രണ്ടിലിരിക്കുന്ന പല കാറ്റഗറിയുള്ള സ്റ്റുഡൻസാണ്. അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവണം. ഞാൻ എടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വലിയ അച്ചീവ്മെന്റ്. ഇത് കേട്ടോ, ഞങ്ങൾ നടന്ന എക്സാമിൽ 70% സ്കോർ വാങ്ങിയിട്ട് ആ സ്റ്റുഡൻറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ദെൻ മെയിൻ എക്സാമിന് പോയിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ 35,000 ചാണക്യ പേ ചെയ്തോളും. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് എത്തുകയും അവിടെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും ഒട്ടനവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ലക്ഷങ്ങൾ സാലറിയുള്ള ജോലിയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തുകയും ചെയ്തു. ആ ബ്രാൻഡിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ബ്രാൻഡിൻ്റെ പേര് ചാണക്യ എന്നാണ്. ബ്രാൻഡിൻ്റെ ഓണറുടെ പേര് അജീഷ് എന്നാണ്. അജീഷ്, നമസ്കാരം. സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അജീഷിന്റെ നാട് കരുനാഗപ്പള്ളിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കരുനാഗപ്പള്ളിയിൽ പഠിച്ചതൊക്കെ? കരുനാഗപ്പള്ളി തന്നെയായിരുന്നു പഠിച്ചത്? കരുനാഗപ്പള്ളിയാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് കോഴിക്കോടേക്ക് എത്തുന്നത്? സ്കൂളിംഗ് എല്ലാം കരുനാഗപ്പള്ളി തന്നെ ആയിരുന്നു. ഒരു +2 വരെയുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് പിന്നീട് CA എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. CA എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. CA പഠിക്കാനുള്ള ഒരു കാരണം? CA പഠിക്കാനായിട്ട് അങ്ങനെ 10th കഴിഞ്ഞിട്ട് CA തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം എല്ലാവരും ഇപ്പം എൻ്റെ ഒരു ബ്രദർ ആയിക്കോട്ടെ, ബാക്കി എൻ്റെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ സയൻസ് സ്ട്രീം ആയിരുന്നു. അപ്പം കൊമേഴ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻട്രി ചെയ്യാനുള്ള റീസൺ, എനിക്ക് ശരിക്കും കെമിസ്ട്രിയോ ബയോളജിയോ അങ്ങനെയുള്ള ടോപ്പിക്സ് ഇഷ്ടമല്ല. അപ്പം മാത്സും ഒരുപാട് കാര്യങ്ങളൊക്കെ പേടിയാണ്. അപ്പം കൊമേഴ്സിലേക്ക് ഒന്ന് എൻട്രി ചെയ്യാനൊരു താല്പര്യം അങ്ങനെ കാണിച്ചു. അപ്പം കൊമേഴ്സിലേക്ക് എൻട്രി ചെയ്യാൻ താല്പര്യം കാണിച്ച സമയത്ത് എല്ലാവരും വിചാരിച്ചു, റിലേറ്റീവ്സൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ പേരൻസ് വിചാരിച്ചു ദെൻ എന്തെങ്കിലും വലിയ പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. സോ അപ്പോൾ തന്നെ എൻ്റെ ഫാദർ CAയുടെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഫില്ല് ചെയ്ത് കൊടുത്തു കാര്യങ്ങൾ. അപ്പോഴും എനിക്ക് CAൻ്റെ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അപ്പം അന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. 6 മണിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോർമലി അതിന് മുന്നേ എണീക്കുന്നത് രാവിലെ 8:30-ക്കാണ്. അപ്പം രാവിലെ 6 മണിക്കുള്ള ക്ലാസ് 9 മണിക്ക് തീരുന്നു. വീണ്ടും ദെൻ അത് കഴിഞ്ഞിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ. ദെൻ ആദ്യ സമയത്ത് തന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ല എന്നുള്ള ചിന്തിച്ച് പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് പഠിച്ചത് CAയുടെ ബേസിക് CPT കാര്യങ്ങളൊക്കെ ചെയ്തത് കൊട്ടാരക്കരയാണ്. അവിടെ തന്നെ പഠിച്ച് അതൊക്കെ മനസ്സിലാക്കി എടുത്തു. തുടക്കമൊക്കെ അവിടെ തന്നെയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇത് പാസ്സായോ? ഇതിനുശേഷം CPT പാസ്സായി. അതിനുശേഷം ഇൻ്ററിലേക്ക് വന്നു. ഇൻ്ററിലൊരു 2-3 തവണ കഴിഞ്ഞ സമയത്താണ് നമ്മൾ പാസ്സായത്. കാരണം CPT കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടി, ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. കാരണം ഇനി CPT പാസ്സായപ്പോഴത്തേക്ക് ഇനിയിപ്പം ഇൻ്റർ എളുപ്പമാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ആവുന്നൊരു ഫീൽ വന്നു. പക്ഷേ നമ്മൾ ആദ്യത്തെ തവണ വന്ന റിസൾട്ട് വന്ന സമയത്ത് തന്നെ സ്കോറ് 2-3 ഒക്കെ വാങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല, 2 അക്കം കിടക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ കുറേ പണിയെടുത്ത് കുറേ എഫേർട്ട് എടുത്തു. ഇത്രയും നാൾ ചെയ്യാത്ത രീതിയിലിരുന്നു പഠിച്ചു. അങ്ങനെ, കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയത്തുള്ളൂ. കാരണം നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് 5 മണിക്കൂർ കൊണ്ടോ 6 മണിക്കൂർ കൊണ്ടോ ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരു 12 മണിക്കൂർ ടൈം എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. അതിനെ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി. സോ അങ്ങനെ ആ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പണി കിട്ടി? ഇതൊക്കെ പഠിച്ചതിൻ്റെ ഒരു ജോലി ഉണ്ടല്ലോ, പോയി ജോലി എടുത്തു. പണി കിട്ടുന്ന കാര്യത്തെ ഒരു ക്വസ്റ്റ് ചോദിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യാനായിട്ട് ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല.
അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊരു സിയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തത് ശരിക്കും കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്, എറണാകുളം ജില്ലയിൽ. അവിടെ പോയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് ചെറിയ എമൗണ്ടാണ്. അപ്പം കിട്ടുന്ന സ്റ്റൈഫൻഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവുകൾക്ക് തികയത്തില്ല. ഈ ചിലവുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, സാധാരണ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഒരു ചെറിയ ഫുഡിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മാത്രം മതി. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് എൻട്രി ചെയ്ത് ഞാനിത് കോഴ്സിൻ്റെ സാലറി പാക്കേജൊക്കെ നോക്കിയ സമയത്ത് ഹൈ എമൗണ്ട് കണ്ടു. അപ്പം ഞാൻ പണ്ട് മുതലേ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. യാത്ര അതുപോലെ തന്നെ ട്രാവൽ നന്നായിട്ട് ചെയ്യും, ട്രാവൽ ചെയ്യും, അതുപോലെ തന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കും. അപ്പം ഫുഡ്, ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് നല്ലൊരു ചേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്ക് 3000 രൂപ 4000 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന, തൊഴിലുറപ്പ് പോകാനേ പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും ഒരു 3000-4000 രൂപയൊക്കെ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുമ്പോൾ ആ സ്റ്റൈഫൻഡ് കൊണ്ടൊന്നും ആവുന്നില്ല. അപ്പം ആ സമയത്താണ് നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ, അത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് നമുക്ക് ട്യൂഷന് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചത് ക്ലാസ് എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടല്ല. ചിലവിന് കാശില്ലാതെ വന്നു, ട്രിപ്പ് പോകാൻ കാശില്ലാതെ വന്നു, യാത്ര പോകണം. അപ്പോൾ യാത്ര പോകാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു സേവിങ്സ് വേണം. 3000 യാത്ര പോയിക്കൊണ്ടിരുന്നു. 3000 നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നത് KSRTCയിൽ പോയിട്ട് ദെൻ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കുക, ദെൻ അതുപോലെ ചിലവുകൾ അതുപോലെ ചുരുക്കുക. കാരണം യാത്ര ഒഴിവാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ യാത്രകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തായിരിക്കും പേരൻസ് ഇത് അറിയുന്നത്. പല ടൈമിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലാണ്, അതുപോലെ തന്നെ ഞാൻ റൂമിലുണ്ടെന്ന് പറയും. പക്ഷേ ശനി ഞായറും ഒക്കെ എപ്പോൾ സമയം കിട്ടിയാലും യാത്രകൾ കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ എക്സ്ട്രാ വരുമാനം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ച് കാര്യങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചേഞ്ച് വന്നത്. പക്ഷെ ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് എടുത്ത് തുടങ്ങിയ സമയത്താണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലായി തുടങ്ങിയത്. അതുപോലെ തന്നെ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞ് സ്റ്റുഡൻസ് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് പേരൻസ് വിളിച്ച് പറയുന്ന സമയത്തുണ്ടാവുന്ന ഒരു രീതി സന്തോഷം അത് ചെറുതല്ല. കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ പറ്റുമെന്നൊരു ധാരണ കിട്ടുക, ഒരു ഫീൽ കിട്ടി തുടങ്ങി അവിടെ നിന്ന്. അങ്ങനെയാണ് ഫീൽ കിട്ടുന്നത്. അതാണ് നമുക്കൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ. അപ്പോഴും ഒരു പാർട്ട് ടൈം പോലെയാണ് ഇതിനെ കാണുന്നുള്ളൂ. അപ്പോഴും ഒരു പാർട്ട് ടൈം ആണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെയിൻ വരുമാനം അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഇതാവുന്ന ഒരു ഫീലോ കാര്യങ്ങളൊന്നും ഇല്ല. അത് കോതമംഗലത്ത് വെച്ചിട്ടാണ്. പക്ഷേ സ്ഥാപിച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോടേക്ക് എങ്ങനെ പോയി? കോഴിക്കോട് ഇത് വരാനുള്ള റീസൺ ശരിക്കും നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് CAയുടെ ഇന്റർമീഡിയറ്റ് ആണ്. ആ സമയത്താണ് ഇതിൻ്റെ കൂടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത്. അതിനുശേഷം CMA US എന്ന് പറഞ്ഞൊരു കോഴ്സ് നെറ്റിലൂടെ നമ്മൾ അറിയാൻ ഇടയായിട്ട് CMA USൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പം ആ ക്ലാസ്സിലേക്ക് കാര്യങ്ങളൊക്കെ പോയി ക്ലാസ് കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയ സമയം മുതൽ CMA USലുള്ള കുറേ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഓൾറെഡി CAയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ ആ ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഒരു ഫീൽ തുടങ്ങി. എന്നുവെച്ചാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പിന്നെ ക്ലാസ് എടുത്ത് തുടങ്ങിയാലോ എന്നൊരു ഫീൽ വന്നു. അപ്പം 2-3 ക്ലാസ് എടുത്ത് തുടങ്ങിയ സമയത്ത് സ്റ്റുഡൻസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2-3 സ്റ്റുഡൻസ് 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ക്ലാസ് എടുത്തു. അതിനുശേഷം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ക്ലാസ് എടുത്ത് തുടങ്ങി. അപ്പോഴും സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടോ കാര്യങ്ങളൊന്നും ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ഒരു മണിക്കൂറിൽ എത്ര എമൗണ്ട് വെച്ചിട്ടുള്ള ക്ലാസ് സക്സസ് ആയോ? അതും ഒരുവിധം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ടീച്ചറാണെന്ന് പറഞ്ഞു. നല്ല റെസ്പോൺസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ നല്ല റെസ്പോൺസ് കിട്ടാനായിട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ട്രിപ്പ് വിട്ടിട്ടില്ല. പക്ഷേ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നമ്മളെക്കാട്ട് ഏജുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും, എങ്ങനെയുണ്ട് ഈ പറഞ്ഞ ഈ പുള്ളിയെ കൊണ്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഫീൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഒരിക്കലും പറയില്ല അതൊരു ചെറിയ കാര്യമാണെന്ന്. കാരണം ഫ്രണ്ടിലിരിക്കുന്ന പല കാറ്റഗറി ഉള്ള സ്റ്റുഡൻസ് ആണ്, അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പം കയറുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നോക്കിയിട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം അവരുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സാർ ഞാൻ എടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വലിയ അച്ചീവ്മെന്റ് കേട്ടോ. അതിനുശേഷം എപ്പോഴാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ മാറിയത് ശരിക്കും ഒരു 4-5 സ്റ്റുഡൻസ് ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്തു. CMA USൻ്റെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീടെടുത്തു, ഒരു വാടകയ്ക്ക് വീടെടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വീടിൻ്റെ മുകളിൽ ക്ലാസ്, താഴെ നമ്മൾ സ്റ്റേ ആണ്. അപ്പം അവിടെ ഒരു ഗുരുകുല കൺസെപ്റ്റാണ്. അപ്പം അവിടെ തന്നെ ആ വീട്ടിൽ തന്നെയാണ് മുകളിൽ ക്ലാസ്സും താഴെ സ്റ്റേയും. അങ്ങനെ ക്ലാസ് എടുത്തു തുടങ്ങി. അവരുടെ കൂടെ തന്നെ കാര്യങ്ങൾ നിന്നു. ആ 4 പേരെ മോർണിംഗും നൈറ്റും ഒക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് 4 പേര് റിസൾട്ട് ഉണ്ടാക്കി, പഠിച്ചു പാസ്സായി. ആ 4 പേർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റുഡൻസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഒരു യാത്ര.
ആ 4 പേര് അന്ന് ചാണക്യ എന്ന പേരുണ്ടോ? അന്ന് ചാണക്യ എന്നുള്ള പേര് കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും അജി സാറിൻ്റെ ക്ലാസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സാറിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പിള്ളേരുണ്ട്. ചാണക്യൻ എന്ന് പറയുന്ന വലിയ പേരൊന്നുമില്ല. പേരൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു 30 സ്റ്റുഡൻസ്, ഈ 4 പേര് തന്നെയാണ് ഈ 30 സ്റ്റുഡൻസിലേക്ക് എത്തുന്നതും. ആ 30 സ്റ്റുഡൻസ് ഒരുമിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു. അപ്പോൾ 30 സ്റ്റുഡൻസ് ഒരുമിച്ച് വന്ന സമയത്ത് അവർ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ വീട്ടിൽ ആ സൗകര്യമില്ല. തൊട്ടടുത്തുള്ള ബിൽഡിങ് നമ്മൾ നോക്കി. ആ ബിൽഡിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സയൻസിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ നീറ്റിൻ്റെ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞു. ആ ഒരു സ്പേസിലാണ് നമ്മൾ ആ 30 പേർക്ക് ട്യൂഷൻ കൊടുത്തുകൊണ്ട് വാടക മുറിയിൽ നിന്നും ചെറിയൊരു സ്പേസിലേക്ക് മാറി. ആ 30 പേര് അന്നും പേരിട്ടിട്ടില്ല. അന്നും പേരിട്ടത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ്. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പേര് ഇടണമെന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു പേര് നോക്കിയ സമയത്താണ് നമ്മൾ ഓൾറെഡി ഒരു ഗുരുകുല കൺസെപ്റ്റാണ്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ചാണക്യ എന്ന് പറയുന്ന സ്വന്തമായിട്ടാണ് ചാണക്യ അർത്ഥശാസ്ത്രത്തിന്റെ പിതാവ്. അങ്ങനെ ഒരു വലിയ സംഭവം നോക്കിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇതുകൊണ്ടൊന്നും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ടു. നമ്മളായിട്ട് കണക്ട് ചെയ്യുമെന്ന് തോന്നി ആ പേരിട്ടു. അങ്ങനെ പേരിട്ട് അവിടെ 30 പേരുമായിട്ട് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം ഒരു ചെറിയ ചേഞ്ച് അല്ല. കാരണം ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമ്മുടെ ചിലവുകൾ നടന്നു പോവുക, കുറച്ച് സേവിങ്സ് വെക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതൊരു 30 നിന്ന് പിന്നെ നടന്നത് ഒരു 150ലേക്കുള്ള യാത്രയാണ്. ഇന്ത്യ ഒട്ടാകെ കറങ്ങി കാണുമല്ലോ, അപ്പോൾ കാശായല്ലോ. ഇന്ത്യ. അപ്പം 30 നിന്ന് 150ലോട്ട് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഒരുപാട് നമുക്ക് ഫ്രീ ടൈം കിട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ കൂടി. കാരണം 150 സ്റ്റുഡൻസ് പറയുന്നത് 150 സ്റ്റുഡൻസിൻ്റെ പേരൻസാണ്. അപ്പം അവർ നമ്മളെ വന്ന് നമ്മളെ വന്ന് മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ വർഷം റവന്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വാഗ്ദാനങ്ങളാണോ ആദ്യം കൊടുക്കുന്നത് അത് പാലിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം 150 പേര് വന്നു, ഉത്തരവാദിത്തം കൂടി കുറച്ച് കറങ്ങാനൊക്കെയാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ഉത്തരവാദിത്തത്തിന്റെ പുറത്തായി. എങ്കിൽ പോലും നമുക്ക് പറ്റുന്ന ടൈമിൽ ഏതൊക്കെ സമയം കിട്ടുന്നുണ്ടോ ആ ടൈമിലെല്ലാം നമ്മൾ ഇറങ്ങാറുണ്ട്. അത് വിട്ടൊന്നും കളഞ്ഞില്ല. ഇല്ല, അതൊന്നും വിട്ട് കളയില്ല. എന്നിട്ട് അങ്ങനെ 150 പേരിലേക്ക് എത്തി. ഈ 150 പേരുടെ റിസൾട്ട് എന്തായിരുന്നു? 150 പേരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ടീമുണ്ട്. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത് എൻ്റെ പേര് മാത്രമാണ്. ഈ സ്ഥാപനം തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ എൻ്റെ കൂടെ അജയ് എന്ന് പറഞ്ഞ് എൻ്റെ ബ്രദർ പോലെ തന്നെയാണ് അഖിൽ. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ബാലു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. പിന്നെ ബാലു വന്നു. ഇതെല്ലാം ഫാക്കൽറ്റീസാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ഈ സ്ഥാപനം തുടങ്ങിയ സമയം മുതൽ അനിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ വന്നു, ഒരു ടീമുണ്ട്. ആ ടീം എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഒരു മിഷനായിട്ട് വർക്ക് ചെയ്തു. ചാണക്യ എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കുക. അവിടെ ഏറ്റവും വലിയൊരു കാര്യം, പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ നടക്കുന്നൊരു കാര്യം, ഫാക്കൽറ്റീസ് എല്ലാം സെൽഫ് ബ്രാൻഡിങ് ആണ്. ഇന്ന ഫാക്കൽറ്റിയുടെ ക്ലാസ് അല്ലെങ്കിൽ ഇന്ന ഫാക്കൽറ്റിയുടെ ക്ലാസ്സിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ പണ്ട് മുതലേ നമ്മൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ചാണക്യ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പേരിട്ടാണ്. സ്റ്റുഡൻസ് പറയുന്നത് ചാണക്യയിൽ പഠിക്കണമെന്നാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വ്യക്തിയുടെ പേരില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ പോലും ബ്രാൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ടൈമിലാണ് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ടീം ബിൽഡ് ആകുന്നു. 150 നിന്ന് എത്ര സ്റ്റുഡൻസിലേക്ക് അത് വളർന്നു? 150 നിന്ന് 400 400 നിന്ന് 800 800 നിന്ന് 1200 1500 ഇപ്പോൾ 1500ലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വലിയൊരു ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഒരു വിഷൻ? ഇപ്പോൾ ചാണക്യനെ സംബന്ധിച്ച് ഒരു വിഷൻ ചോദിക്കുമല്ലോ. നമ്മള് കുറച്ച് പേർക്ക്, ഒരു 4 പേർക്ക് ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാ. അന്ന് നമ്മുടെ ലക്ഷ്യം ടൂർ പോകുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യങ്ങളൊക്കെ മാറി. ഇന്ന് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനായി, ഒരു സംരംഭകനായി, ഒരുപാട് പേരുടെ ജീവിതം മാറുന്നുണ്ട്. പലർക്കും ഒരു 3-4 ലക്ഷമൊക്കെ ശമ്പളമുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഒരു വിഷൻ? എന്താ ഇനിയിപ്പോൾ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത്, ശരിക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം കാലിക്കറ്റ് മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സമയത്തുള്ള ഒരു പോസിറ്റീവ്, നമുക്കൊരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇത്രയും റിസൾട്ട്സ് വന്നത്. കേരളത്തിൽ നിന്നും തിരുവനന്തപുരം മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലയിൽ നിന്നും വന്ന് സ്റ്റുഡൻസ് പഠിക്കണം അവിടെ. അപ്പം നമുക്ക് മിസ്സാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ചാണക്യ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഉണ്ട് പല ജില്ലയിൽ നിന്നുള്ള. പേരൻസ് ഈ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല. മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ ഇങ്ങനെയുള്ള ഏരിയ നിന്നൊക്കെ സ്റ്റുഡൻസിന് അവിടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ വരാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ തവണ കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ പ്ലാൻ ചെയ്തൊരു കാര്യം, തൃശ്ശൂർ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ടീമിനെ തന്നെയാണ് അവിടെയും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം തൃശ്ശൂരുള്ള സ്റ്റുഡൻസിനും പാലക്കാട്, എറണാകുളമുള്ള സ്റ്റുഡൻസിനും വന്ന് നിന്ന് പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം ഒരുക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഒരു യാതൊരുവിധ കോംപ്രമൈസും ചെയ്യത്തില്ല. കാരണം നമുക്ക് വരുന്ന പേരൻസ് എല്ലാം ഈ പറഞ്ഞ ഹൈ ക്ലാസ് തന്നെ ആവണമെന്നില്ല.
കഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഓരോ 100 രൂപയും കൊണ്ടുവരുന്ന സമയത്ത് അതിനുള്ള എഫേർട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ മാക്സിമം തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞു വളരെ സാധാരണക്കാരായ കുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് അങ്ങനെ പെട്ടെന്ന് പഠിച്ച് പാസ്സാവുന്ന ഒരു പരീക്ഷയൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് പഠിച്ച് പാസ്സായ 4 ലക്ഷം രൂപ ശമ്പളം കിട്ടും, ഒരു കുട്ടി വീട്ടിൽ പോയി വെറും 4 ലക്ഷം രൂപ കിട്ടും. ചിലപ്പോൾ മീൻ വിൽക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ ഒരു പച്ചക്കറി കടയുള്ള ഒരാളായിരിക്കാം. അയാൾ ഒരുപാട് തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. ഈ കുട്ടി തോറ്റുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കുട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുട്ടിയുടെ കഴിവില്ലായ്മ കൊണ്ടായിരിക്കാം, പാരാമീറ്റേഴ്സ് പോട്ടെ, നല്ല കഴിവുള്ളൊരു കുട്ടി തോറ്റുപോയി, എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ ക്യാഷ് പോകും. അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്യാനുള്ള റീസൺസ് നമ്മുടെ കുറേ USPs ആണ്. അതിൽ കുറേ USPs ഉണ്ട്. അതിൽ ഒരു USP ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളിപ്പം ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചോളം ഫീസ് കൂടുതലാണ്. കാരണം US ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ ഒരു എക്സാം എഴുതാനായിട്ട് നമുക്ക് അറൗണ്ട് 30-35,000 രൂപ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ആ എക്സാം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു പേരൻറ്റ് 35,000 അടയ്ക്കാന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിനെ പ്രാക്ടീസ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം BCom എന്ന് പറയുന്നൊരു കോഴ്സ്, BCom എടുത്താത്ത പറയല്ല, BCom എന്ന് പറഞ്ഞൊരു കോഴ്സ് 3 കൊല്ലം അവർ എഫേർട്ട് എടുത്തു. ആ 3 കൊല്ലം അവർ പഠിക്കുന്നത് എക്സാം പാസ്സാവാനായിട്ടാണ് മെയിനായിട്ട്. ആ BCom കംപ്ലീറ്റ് ചെയ്തിട്ടൊരു 6 മാസം 8 മാസം കഴിയുമ്പോഴത്തേക്ക് ആ പഠിച്ച കാര്യങ്ങളിൽ ഒരു 20% 10% മാത്രമേ കാര്യം മൈൻഡിലുള്ളൂ. റീസൺ എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് എക്സാമിന് നല്ല സ്കോർ വാങ്ങാനാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് മാത്രം മാർക്ക് വാങ്ങിയത് കൊണ്ട് നല്ല ജോലി കിട്ടണമെന്നില്ല. അപ്പം ഒരു സ്റ്റുഡൻസ് വിളിച്ച് പറഞ്ഞു 450 മാർക്കുണ്ട്, 420 മാർക്കുണ്ട്, പക്ഷേ എനിക്ക് എന്തില്ല, നല്ലൊരു ജോലി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ജേണിയിൽ ഒരു എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടേതായിട്ടുള്ള കുറേ യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും CMA USA എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിൽ ഒരു 30 കൊല്ലമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മോക്ക് എക്സാമിലേക്ക് വരുന്നത്. ആ മോക്ക് എക്സാമിൽ ഒരു നിശ്ചിത 70% സ്കോർ വാങ്ങിയിട്ട്, ഞങ്ങൾ നടത്തുന്ന എക്സാമിൽ 70% സ്കോർ വാങ്ങിയിട്ട് ആ സ്റ്റുഡൻറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ദെൻ മെയിൻ എക്സാമിന് പോയിട്ട് ഫെയിലായി കഴിഞ്ഞാൽ ആ 35,000 ചാണക്യ പെയ്തോളും. കസ്റ്റമർ തരണ്ട. ചുമ്മാ പറയാനാണ്. അത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നമുക്കതൊരു പബ്ലിക്കായിട്ട് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് സൈറ്റിലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ അറ്റംപ്റ്റ് മീൻസ് ഓരോ കൊല്ലവും ഏകദേശം 3 എക്സാംസ് നടക്കുന്നത്. 3 വിൻഡോ ആയിട്ടാണ് നടക്കുക. ഒരു വിൻഡോയിൽ അറൗണ്ട് ഒരു 10-250 പേര് എഴുതുന്നുണ്ട്. കഴിഞ്ഞ വിൻഡോയിൽ കൊടുത്തേക്കുന്നത് 177 സ്റ്റുഡൻസിനാണ് റീടേക്ക് ഓഫർ. ഈ ഓഫർ കിട്ടുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത്, ദെൻ ഏതൊരു സ്റ്റുഡൻറ്റും എക്സാമിന് പോകുന്ന സമയത്ത് ദെൻ അതൊരു യൂണിവേഴ്സിറ്റി എക്സാം ആണെന്നുണ്ടെങ്കിൽ 500-600 ആണ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഫീ. പക്ഷേ ഇവിടെ നമുക്ക് 30,000 രൂപ റിപ്പീറ്റ് ഫീ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് 4-5 ക്വസ്റ്റ്യൻസ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഡൗൺ ആവും. കോൺഫിഡൻസ് ഡൗൺ ആവുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഫെയിലായി കഴിഞ്ഞാൽ ഈ 30,000 രൂപ പേരൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങുമെന്നുള്ളത്. അപ്പം അവിടെയാണ് ചാണക്യ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടാണ് നിൽക്കുന്നത്. ഒരു ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എക്സാം ഫെയിലായി കഴിഞ്ഞാൽ ചാണക്യ ബാക്കിലുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഫെയിലായി കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? വേറെ ആൾക്കാർ ഇതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പം നോൺ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ ഓഫർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ 10-15 സ്റ്റുഡൻസിന് ഈ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ പഠിക്കുന്ന 100-150-200 പേരിൽ 10-15 പേർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് പോയി എക്സാം എഴുതാം. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഒരു 50 പേരുണ്ടെങ്കിൽ ആ 50 പേര് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ളവരായിരിക്കും. അതിൽ ചാണക്യയിലെ സ്റ്റുഡൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്നത് കുറച്ച് ചിരിച്ചുകൊണ്ടായിരിക്കും, കോൺഫിഡൻസോടെ ആയിരിക്കും. ബാക്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള ഫീൽ കൊടുക്കാൻ പറ്റും. ഈ സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു എക്സാം എഴുതുന്നു, കാശ് ഇവിടെയൊക്കെ മുടക്കി അവർ പാസ്സാവുകയും ചെയ്യുന്നു. പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ ജോലി കിട്ടും. എത്ര ലക്ഷം രൂപ സാലറി കൊടുക്കും? സ്പോട്ടിൽ തന്നെ ജോലി കിട്ടുക, അല്ലെങ്കിൽ ഇപ്പം എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് അടുത്ത മാസം ജോലി കിട്ടുക, അത് തീർച്ചയായിട്ടും അത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. കാരണം എക്സാം മാത്രമേ പാസ്സായിട്ടുള്ളൂ. ഇനി അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് കമ്പനി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ബാംഗ്ലൂർ ആയിരിക്കും, ചെന്നൈ ആയിരിക്കും. ഒരിക്കലും നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് ബസ് കയറി ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. കയറി ചെന്ന് കഴിഞ്ഞാൽ ദെൻ ഒരു കാരണവശാലും മലയാളമല്ല സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തപ്പിത്തടച്ച് സംസാരിക്കും. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ മാത്രമല്ല ബാംഗ്ലൂരിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ പോകാൻ ചാൻസ് ഉണ്ട്. അത് കൂടാതെ എക്സൽ എങ്ങനെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമാണ് ജോലി കിട്ടുള്ളൂ. എന്നാൽ മാത്രമാണ് ജോലിയിലേക്ക് കയറാനുള്ളൊരു ചവിട്ടുപടി ആവത്തുള്ളൂ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാം ഒന്നും ആകുന്നില്ല, അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ. എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ്, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അത് കഴിഞ്ഞുള്ളതിന് കൊടുക്കണം. ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എക്സാം വരെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. ബാലൻസ് ഉള്ളതെല്ലാം എവിടെയെങ്കിലും ഒരു യൂട്യൂബ് ക്ലാസ്സോ കാര്യങ്ങളെല്ലാം കണ്ട് ഒരു ക്രാക്ക് വെർഷൻ പോലെ പഠിക്കും. അങ്ങനെ ക്രാക്ക് വെർഷനായിട്ട് പഠിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു 4-5 ദെൻ ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടിയില്ലെങ്കിൽ കുറ്റം പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സിന് വാല്യൂ ഇല്ല. തീർച്ചയായിട്ടും കോഴ്സിലുള്ള നമ്പേഴ്സ് കൂടി വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ കോമ്പറ്റീഷനും അതനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം മേക്കപ്പ് ചെയ്യുക, നന്നായിട്ട് മാക്സിമം നന്നായി ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിക്കുന്നുള്ളതാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാനിത് പഠിക്കുവാണ്, ഈ കോഴ്സ് പഠിക്കുവാണ്, എത്ര വയസ്സിൽ എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആവും? ഞാൻ അതൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചു. കാരണം എനിക്ക് ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒരാഗ്രഹം, ഒരു 21 വയസ്സ് 22 വയസ്സിൽ ലൈഫ് സെറ്റിൽ ആകണം, ഒരു ബെൻസ് കാറും ഉപയോഗം ഒക്കെ എടുക്കാൻ പറ്റി, അത്രയും സന്തോഷം. 23 ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് 28 വയസ്സിൽ റിട്ടയർ ആയ ആൾക്കാരൊക്കെയാണ്. 30 വയസ്സിന് മുമ്പ് റിട്ടയർ ആകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ എത്ര വയസ്സിൽ പണി കിട്ടും, എത്ര വയസ്സിൽ റിട്ടയർ ആകാൻ പറ്റും? ഓക്കെ, അത് നല്ല എന്തായാലും, കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അഡ്മിഷൻ പ്രോസസ്സിന് മുന്നേ ആയിട്ട്, അഡ്മിഷൻ പ്രോസസ് എടുത്തു കഴിഞ്ഞിട്ട് എന്നെ മീറ്റ് ചെയ്യാനായിട്ട് പല പേരൻസും വരും, സ്റ്റുഡൻസ് വരും. അപ്പോൾ എന്നോട് പറയുന്നൊരു കാര്യം, എനിക്കൊരു 40 വയസ്സ് റിട്ടയർഡ് ആവണം, 45 വയസ്സ് റിട്ടയർഡ് ആവണം, റിട്ടയർഡ് ആവുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവർ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫ്രഷേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 5-6 ലക്ഷം രൂപ ഒരു കമ്പനി എടുത്ത് കൊടുക്കത്തില്ല. ട്രെയിനിങ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് മാത്രമേ എന്തുള്ളൂ പാക്കേജ് കൊടുത്തുള്ളൂ. ഒറ്റയടിക്ക് ഈ പറയുന്നത് ബെൻസും ഇതൊക്കെ നമ്മൾ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്ന മൈൻഡ് ഉണ്ടാവണം. അപ്പം നമുക്ക് പയ്യെ നമുക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ബെൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ദെൻ റിയാലിറ്റി എന്താണെന്നും അതുപോലെ തന്നെ മിത്ത് എന്താണെന്നുള്ളത് ഡിഫറൻസ് ഉണ്ട്. റിയാലിറ്റിയിൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ അത്രമേൽ അധ്വാനം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. കാരണം കമ്പനി ഒരു 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 20 ടൈംസ് റവന്യൂ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ അവർ തരുള്ളൂ. അത് അവർക്കൊരു കൃത്യമായ സിസ്റ്റവും സംവിധാനവും എല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരുപാട് പേര് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്തുണ്ട്, കോഴിക്കോടും ഉണ്ട്. ഞങ്ങൾ എന്തിനാ ചാണക്യയിൽ വരുന്നത്? ചാണക്യയിൽ എന്നിട്ട് എന്താ പ്രത്യേകിച്ച് ഒരു മെച്ചം? ഓക്കെ, ചാണക്യ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റ കോഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ 7-8 കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് ഇപ്പം കേരളത്തിലുണ്ട്. അപ്പോൾ ഒറ്റ കോഴ്സ് 8-10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയും കൊല്ലം റിസൾട്ട്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടേക്ക് ഓഫറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഒരു സ്റ്റുഡൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസിനേക്കാൾ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ക്ലാസ്സുകളുണ്ടോ, അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, അവരെ പാസ്സാവുന്നവരെ സപ്പോർട്ടുണ്ടോ, എങ്കിൽ തീർച്ചയായിട്ടും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാണക്യമായിരിക്കും. ചാണക്യ ഇപ്പം CMA-USA അതുപോലെ തന്നെ EA-യുടെ ACC-യുടെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈനുണ്ട്, ഓൺലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കൂടുതലും നമ്മളിപ്പം 70ഓളം മെമ്പേഴ്സുണ്ട്. നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റാഫാണെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഒരു നോർമലി ഇപ്പോൾ പലയിടത്തും കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയിക്ക് ഒരുപാട് പ്രഷേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, ഈ പരിപാടിയൊന്നുമില്ല. നമ്മളൊരു ഫാമിലിയെ പോലെ തന്നെയാണ് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരു കുടുംബമായിട്ട്. കാരണം അങ്ങനെ നോക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ഇപ്പം സിസ്റ്റം മാറി. പണ്ടത്തെ ഒരു രീതിയിൽ എംപ്ലോയിനെ ട്രീറ്റ് ചെയ്താലൊന്നും നടക്കത്തില്ല. കാരണം അവരൊരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, കാരണം കമ്പനിയുടെ ടാർഗറ്റുകൾ കവർ ചെയ്യാനായിട്ട് അവരെ നമുക്ക് നിർത്തേണ്ട രീതി നിർത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കവറാവും. അല്ലാതെ പ്രഷേഴ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് പോകുന്നത് നടക്കത്തുള്ളൂ. കാരണം ആളെ 2 മാസം നിൽക്കും, ഇറങ്ങിപ്പോവും. ഈ പരിപാടി ആയിരിക്കും. അതിനേക്കാൾ ലോങ് ടൈമിൽ അവരെല്ലാം നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കണം. ആ രീതിയിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് വേണം കമ്പനിക്കുള്ളിൽ. ഈ ഒരുപാട് വിജയങ്ങൾ നേടി വലിയ ബ്രാൻഡായി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എന്ത് മൊമെന്റാണ് താങ്കൾക്കുള്ളത്? ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന മൊമെന്റ്സ് നോർമലി ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണ്. കാരണം പല രാജ്യങ്ങളിലും പോകുന്ന സമയത്ത് കിട്ടുന്നത് നല്ലൊരു സന്തോഷം. കാരണം എല്ലാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് കൂടാതെ രാജ്യം പോയി അതുകൂടെ പറഞ്ഞേക്കുന്നത് എനിക്ക് അതും ഓപ്പണായിട്ട് പറയേണ്ടത്. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയും ഞാൻ ഇടാറില്ല. മോർ ദാൻ ഒരു 7 to 8 കൺട്രീസ് പോയിട്ടുണ്ട്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 40-45 വയസ്സിനുള്ളിൽ മാക്സിമം എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതൊക്കെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. അത് കൂടാതെ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമുണ്ട്. എക്സാം പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചിട്ട് നമ്മൾ കോൺവെക്കേഷൻ പ്രോഗ്രാം വെക്കും. അത് കഴിഞ്ഞൊരു കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ അറൗണ്ട് 1000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒഫീഷ്യലി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് പേരൻസും ഉണ്ടാവും. അപ്പം പല പേരൻസും ഫ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ മക്കളെല്ലാം ആ കോൺവെക്കേഷൻ ഹാളിലോട്ട് കയറുന്ന സമയത്ത് ദെൻ
നമുക്ക് കാണാൻ പറ്റും അവരുടെ ഒരു സന്തോഷം, അതുപോലെ കണ്ണുനീര്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ണുനീര് വരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വരാനായിട്ട് അതിൻ്റെ ഒരു മേജർ പാർട്ട് ഞങ്ങളായി അല്ലെങ്കിൽ ഞാനായി എന്നൊരു ഫീല് അത് ചെറുതല്ല. കാരണം ചിലപ്പം ഒരു പേരൻ്റ് അല്ല, 1000 സ്റ്റുഡൻസിൻ്റെ പേരൻസ് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആ ഒരു സന്തോഷം കാണുകയാണ്. ആ ഒരു സന്തോഷം കണ്ടിട്ട് ആ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളാണ് എൻ്റെ മക്കളെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചത്, അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്ങനെ ഒരു പോയിന്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാളത് കേട്ടിട്ടില്ല. അപ്പം ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കേൾക്കുന്ന ഫീൽ ഒന്നും ചെറുതല്ല. ഒരുപാട് പേരുടെ ജീവിതത്തിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ശരിക്കും എന്നെ സന്തോഷകരമായ നിമിഷം. യെസ്. അന്ന് ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ഒരുപാട് പേരുടെ ടീമുണ്ട്. 1500-ലധികം സ്റ്റുഡൻസ് വരുന്ന ഒരു സ്ഥാപനമാണ് ചാണക്യ. അതിൽ ആരൊക്കെയാണ് പ്രാധാന്യം അറിയിക്കുന്ന ടീമിൻ്റെ ഒരു പൊസിഷൻസ്, കീ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആരൊക്കെയാണ്? തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2019 എൻ്റെ മാരേജ് കഴിഞ്ഞത്. ആ സമയം മുതൽ എൻ്റെ വൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കൗണ്ട്സ് ഫീൽഡിൽ, മറ്റൊരു കമ്പനിയിൽ അക്കൗണ്ട്സ് ഫീൽഡായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് കൂടെ നമ്മുടെ ഒരു ഏറ്റവും വിഷമമുള്ള സമയം മുതൽ നിന്ന് നമ്മുടെ കൂടെ തന്നെ ഒരു ബാക്ക് ബോണായിട്ട് നിന്ന് കഷ്ടപ്പെട്ട ആൾക്കാർ, കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. അത് കൂടാതെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ പറഞ്ഞു 4 പേര് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അന്ന് മുതൽ കൂടെ അഖിൽ എന്ന് പറഞ്ഞു എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. പിന്നെ അഖിൽ കൂടെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലു വന്നിട്ടുണ്ട്, പിന്നെ അനിലുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. കാരണം ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം എല്ലാവരും കൂടെ ഉണ്ട്. കാരണം ഒരു ടീമെന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ടീമായിട്ട് തന്നെ ചാണക്യ വളരട്ടെ എന്നും കൂടെ പറയുകയാണ്. ശരി, ഓക്കെ. ഇതുപോലെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നുപോയ ചരിത്രമൊന്നും പറയാനില്ല, പക്ഷെ എന്നിരുന്നാലും അന്ന് പറയുന്നത് ഞാൻ KSRTC പോവായിരുന്നു, ചിലവ് കുറയ്ക്കുമായിരുന്നു, നടക്കുമായിരുന്നു. ആ KSRTCയിൽ നിന്ന് ഇന്ന് ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്? ഏത് വണ്ടിയെന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റായിട്ടൊരു വണ്ടി എടുത്തിട്ടുണ്ട്, ഒരു ഫോർഡ് എൻഡവറിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ യാത്ര കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് പണ്ട് KSRTCയിൽ പോകുന്ന സമയത്തുള്ള ഫീലും എല്ലാ ഫീലും സെയിം തന്നെയാണ്. വണ്ടികൾ കാര്യങ്ങൾ മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ടെൻഷനോ പ്രഷറോ വന്നു കഴിഞ്ഞാലും ഒരു ശനി ഞായറോ ഒക്കെ യാത്ര പോയി കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കെല്ലാം മാറും. യാത്ര ചെയ്യുമ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് വരാൻ പറ്റും. കുറച്ച് മാറുന്നുണ്ട്. ഈ ടെൻഷൻ ഫ്രീ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച, ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായ, ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു നിമിഷം ഏതാണ്? സങ്കടപ്പെടുത്തിയ നിമിഷം ശരിക്കും ഞാൻ ഇതേപോലെ മീറ്റ്സിലെല്ലാം കണ്ടേക്കുന്ന കാര്യം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡാണ്, അതേപോലെ തന്നെ അതുപോലെ ടൂറാണെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം 30 കിലോമീറ്റേഴ്സ് 40 കിലോമീറ്റേഴ്സ് ഒക്കെ ഏതെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര ദൂരമാണെങ്കിലും ഞാൻ പോകാറുണ്ട്, ട്രാവൽ ചെയ്ത് പോകും. അപ്പം ഇപ്പം എൻ്റെ കൂടെ വൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ പോകുമ്പോൾ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടായിരിക്കും പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഒരു 2 മിനിറ്റ് മുന്നേ തീർന്നെന്നൊക്കെ പറയുന്ന സമയത്തുള്ളൊരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ വലിയ വിഷമമാണ്. കാരണം അത് ശരിക്കും ബാക്കിയുള്ളവർക്ക് ഇത് എങ്ങനെ ഫീൽ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ കാരണം ചിലപ്പോൾ ആ ഒരു ഡിഷിന്റെ റേറ്റ് 300 ഉള്ളായിരിക്കും, പക്ഷെ 30-40 കിലോമീറ്റർ പോകാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് അതിൻ്റെ 3 ടൈംസാണ്. ആ 3 ടൈംസ് കാര്യങ്ങളെല്ലാം സ്പെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് അത് കഴിക്കാമെന്നുള്ളൊരു മൈൻഡിലൊക്കെ പോയിട്ട് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമമുണ്ട്. അപ്പം അങ്ങനെ ഫീല് അതും ഒരു ഇത് തന്നെയാണ്, വിഷമം തന്നെയാണ്. പിന്നെ നമ്മുടെ കാലിക്കറ്റാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ബേസിക്കലി കൊല്ലം കരുനാഗപ്പള്ളിയാണ് സ്ഥലം. അവിടെ വന്ന് കോഴിക്കോട് വന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല നാട്ടുകാരുള്ള സ്ഥലമാണ്. കാരണം ഒരുപാട് നമ്മളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പം ചില പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പം സ്റ്റുഡൻസ് ഈ ഒരു 40 150 ആയതും 300 ആയതും 1000 ആയതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നൊരു ക്വാളിറ്റി കൊണ്ടാണ്. മൗത്ത് പബ്ലിസിറ്റി കാരണം വന്നേക്കുന്നതാണ് അഡ്മിഷൻസ് മൊത്തം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പല സ്ഥാപനങ്ങളും നല്ല എമൗണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം പല സ്ഥാപനങ്ങളും ചെയ്യുന്നൊരു കാര്യം, കിട്ടുന്ന റവന്യൂവിൻ്റെ 60-70% അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്ത് അഡ്മിഷൻസ് കൂട്ടാൻ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കാരണം ടേൺ ഓവറിനെ മാത്രമാണ് അവർ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രോഫിറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം ടേൺ ഓവർ എങ്ങനെയും കൂട്ടുക, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അഡ്മിഷൻസ് കുറയ്ക്കാനായിട്ട് കോസ്റ്റ് കട്ട് ചെയ്യുക, എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു അൺഹെൽത്തി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അത് കൂടാതെ നമുക്ക് ഇൻഡയറക്ട്ലി കുറച്ച് കാര്യങ്ങൾ പണി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ അവരൊക്കെ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു, ഒരു എമൗണ്ട് പോലും സ്പെൻഡ് ചെയ്യാതെ ഇത്ര അഡ്മിഷൻസ് പിടിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന കുറച്ച് ഫീലുണ്ട്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും നന്നായിട്ട് നിൽക്കുന്ന, നല്ല രീതിയിൽ നല്ല റിലേഷൻ ആയിട്ട് കീപ്പ് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഇങ്ങനെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. കാരണം നമ്മൾ അങ്ങോട്ടൊന്നും ബുദ്ധിമുട്ടാൻ പോവാതെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു അവസാന ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, ഒരുപാട് ഇടങ്ങളിൽ യാത്ര ചെയ്തു, ഏതാണ് ഏറ്റവും സുന്ദരമായ സ്ഥലം? അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം വൈഫുമായിട്ട് പോയ സ്ഥലമുണ്ട്,
കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഫ്രണ്ട്സുമായിട്ട് പോയ സ്ഥലമുണ്ട്. ഞാനിവിടെ പറയേണ്ട ഒരു പോയിന്റ്, എന്തായാലും പ്രേമിച്ചപ്പോൾ പോയ സ്ഥലമുണ്ട്. അങ്ങനെ ഒരു പ്രേമമില്ല. അപ്പം എന്തായാലും നമ്മൾ എന്തായാലും ഞാൻ ഇതിനകത്ത് പറയേണ്ട ഒരു പോയിന്റ്, വൈഫായിട്ട് പോയൊരു സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂമിലോട്ട് വീട്ടിലോട്ട് പോകേണ്ടതാണ്. ഏതാണ് സ്ഥലം? സിംഗപ്പൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിംഗപ്പൂർ, നേപ്പാളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നേപ്പാളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടി ഇപ്പോൾ നല്ലൊരു രസകരമായിട്ടൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു നമ്മോട് സംസാരിച്ചത്. ഇതിൽ വലിയ വിഷമത്തിൻ്റെതായ കഥകളൊന്നും പറയാനില്ല. എന്നിരുന്നാൽ പോലും വളരെ സിമ്പിളായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കമ്പനി വളർത്തിയ കഥയാണ് പറഞ്ഞത്. ഒരു ബ്രാൻഡ് എങ്ങനെ വളരണം, അതിന് എത്തിക്സിന് എന്തോരം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ സ്റ്റുഡൻസിനെ കാണുന്നത് ഒരു കച്ചവടത്തിൻ്റെ ഉൽപ്പന്നമായിട്ടല്ല, മറിച്ച് അവരുടെ നാളത്തെ ഭാവിയെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ ഉള്ള ഒരു സ്ഥാപനമാണ് ചാണക്യ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ ചാണക്യ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരേണ്ടതുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, നിങ്ങൾ തിരുവനന്തപുരം തുടങ്ങണം, ഞങ്ങളുടെ കൊച്ചിയിലേക്ക് വരണം, ഒരുപാട് ഇടങ്ങളിലേക്ക് വളർന്ന് പന്തലിക്കണം. നിങ്ങളുടെ പേരുകൾ എല്ലായിടത്തേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇവിടെ ഒരു കാര്യത്തോടെ ഞാനൊന്ന് എൻ്റെ സൈഡിൽ കൂടി ചേർത്തോട്ടെ. തൃശ്ശൂർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ കുറേ സ്റ്റുഡൻസ്, പേരൻസ് എല്ലാം നല്ല രീതിയിലാണ് റെസ്പോൺസ്. അപ്പോൾ കോഴിക്കോട് തന്നേക്കുന്ന സഹകരണവും ഞങ്ങൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ നാട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വരുന്ന സമയത്ത് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നതിൻ്റെ 2 മടങ്ങ് തരാനായിട്ട് ഞങ്ങളുടെ ടീം റെഡിയാണ്. ഓക്കെ, വളരെ സന്തോഷം. ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വളരുന്നത്. ആ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാകാൻ സ്പാർക്കിന് സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റട്ടെ. എറണാകുളത്തെ ഇനാഗുറേഷനും തൃശ്ശൂർ ഇനാഗുറേഷനും ഒക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.